What are the main safety devices used at our house? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അറിഞ്ഞിരിക്കേണ്ട ഇലക്ട്രിക്കൽ സേഫ്റ്റി മെഷേഴ്സിനെക്കുറിച്ചാണ്. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിംഗ് മൂലം സർക്യൂട്ടിൽ എക്സസീവ് കറന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് ഇഫക്റ്റ് എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്. ഇതിലെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ടിൻ, ലെഡ് എന്നിവയുടെ അലോയ് ഉപയോഗിച്ചാണ്. ഈ വയറിന് വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് മാത്രമേയുള്ളൂ. സർക്യൂട്ടിൽ കറന്റ് കൂടുമ്പോൾ ഈ വയർ ചൂടായി ഉരുകുകയും സർക്യൂട്ട് ബ്രേക്ക് ആകുകയും ചെയ്യുന്നു. ഫ്യൂസ് വയർ എപ്പോഴും ഫേസ് ലൈനിൽ സീരീസായി വേണം കണക്ട് ചെയ്യാൻ. ഇനി നമുക്ക് MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിനെക്കുറിച്ച് നോക്കാം. ഇന്ന് മിക്ക വീടുകളിലും സേഫ്റ്റി ഫ്യൂസിനു പകരമായി MCB ആണ് ഉപയോഗിക്കുന്നത്. ഒരു സർക്യൂട്ടിൽ എക്സസീവ് കറന്റ് വന്നാൽ MCB ഓട്ടോമാറ്റിക്കായി ഓഫ് ആകും. ഇതിനെ ട്രിപ്പിംഗ് എന്ന് വിളിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡ് മൂലമാണ് സാധാരണയായി MCB ട്രിപ്പാകുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്ത ശേഷം സ്വിച്ച് ഓൺ ചെയ്താൽ സർക്യൂട്ട് പഴയപടിയാക്കാം. ഹീറ്റിംഗ് ഇഫക്റ്റ് കൂടാതെ മാഗ്നറ്റിക് ഇഫക്റ്റ് കൂടി ഉപയോഗിച്ചാണ് MCB വർക്ക് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഡിവൈസാണ് ELCB. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇൻസുലേഷൻ ഫെയിലിയർ മൂലം കറന്റ് ലീക്ക് ഉണ്ടായാൽ ELCB അത് ഡിറ്റക്ട് ചെയ്യും. ഇത് ഇലക്ട്രിക് ഷോക്കിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. ഇപ്പോൾ ELCBയ്ക്ക് പകരമായി RCCB ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫേസ് കറന്റും ന്യൂട്രൽ കറന്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 3-പിൻ പ്ലഗും എർത്തിങ്ങും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഇതിലെ ടോപ്പ് പിന്നാണ് എർത്ത് പിൻ. ഇതെപ്പോഴും വലുതും തടിച്ചതുമായിരിക്കും. ഡിവൈസിന്റെ മെറ്റൽ ബോഡിയിൽ നിന്നുള്ള ലീക്ക് കറന്റിനെ ഭൂമിയിലേക്ക് വിടാനാണ് ഇത് സഹായിക്കുന്നത്. റെഡ് കളർ വയർ ഫേസ് ലൈനിനും ബ്ലാക്ക് കളർ ന്യൂട്രൽ ലൈനിനും ഉപയോഗിക്കുന്നു. ഗ്രീൻ കളർ വയറാണ് എർത്തിങ്ങിനായി സാധാരണ ഉപയോഗിക്കുന്നത്. ഈ സേഫ്റ്റി സിസ്റ്റംസ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സേഫ്റ്റി ഫസ്റ്റ് ആയിരിക്കട്ടെ നമ്മുടെ മോട്ടോ. അടുത്തതായി ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓൺലൈൻ ഫോർ ഓൾ ഓഫ് കേരള, ഓഫ്ലൈൻ ഫോർ പാലക്കാട്. ജോയിൻ us today.